മലപ്പുറം പ്രശ്നം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വി.ഡി. സതീശൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാവുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്. അതിവിടെ ആർക്കും ഓർമ്മയില്ല എന്നാണ് ധാരണ. എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. 1967 ഗവൺമെൻറ് ഇവിടെ മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി വഴിക്കടവെന്ന് സത്യാഗ്രഹം ആരംഭിക്കുകയും അവിടുന്ന് പ്രകടനം ആരംഭിച്ച് കോഴിക്കോടേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പിതാവ്. അദ്ദേഹത്തോടെല്ലാം ബഹുമാനം വെച്ചിട്ടെന്ന് ഞാൻ പറയുകയാണ്. ആര്യാടൻ മുഹമ്മദാണ് ആ വഴിക്കടവെന്ന് കോഴിക്കോടേക്കുള്ള ജാഥ നയിച്ചത്. പാടില്ല എന്നാണ്, കുട്ടി പാകിസ്ഥാനായിട്ട് മാറുമെന്നാണ്. ഇതന്നെയാണ് BJP-ക്കാരെന്ന് പറഞ്ഞിരുന്നത്. അന്ന് BJP ഇല്ല, ജനസംഘം. കളപ്പൻ ഉൾപ്പെടെയുള്ളവരെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇതെല്ലാം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഇല്ലാതൊരു പ്രസ്താവന വെച്ചിട്ട് മലപ്പുറം ജില്ലയെ അവമാനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കള്ള പ്രചാരവേല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അതിൻ്റെ അപ്പുറം പറഞ്ഞിട്ട് വെറുതെ ഞാൻ പദമൊന്നും ഉപയോഗിച്ച് മോശമാക്കുന്നില്ല. ജമാഅത്ത് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഒരു അക്ഷരവും മറുപടി പറഞ്ഞിട്ടില്ല. കോൺഗ്രസും മറുപടി പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞിട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേരുന്ന അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ UDF, അതിൻ്റെ കോൺഗ്രസ് ലീഗ്, ഇവരുടെ നിലപാട് എന്താണ്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്ന് പറയാൻ സോണിയാഗാന്ധിയോട് ഇവിടെ പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു, പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നില്ല. എന്നിട്ട് വേറെ എന്തൊക്കെയോ ഇമാതിരിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് തട്ടിത്തപ്പി രക്ഷപ്പെടുകയാണ് ചെയ്തത്. UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിരായുധരായിരുന്നു. അടിമുടി ഏതെങ്കിലും ഒന്നല്ല, ഒരായുധവും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒപ്പിച്ച് പോവുകയാണ് ചെയ്തത്. എന്നാൽ തികച്ചും തെറ്റായ, രാജ്യത്തിന് അപകടകരമായ ജമാഅത്തെ ഇസ്ലാമുമായി ചേരുന്ന നിലപാട് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ്. ഹിന്ദു വർഗീയവാദികളെയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം തമ്മിലടിപ്പിക്കാനും അത് വഴി ധ്രുവീകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുമാണ് ഉപകരിക്കുക. അതിന് കൂട്ടുനിൽക്കുകയാണ് UDF ചെയ്യുന്നത്. UDF തന്നെ ഒരു വർഗീയ കൂട്ടുകെട്ടായിട്ട് മാറിയിരിക്കുന്നു. ഇതാണ്. പക്ഷേ ഈ 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ മികച്ച ഭൂരിപക്ഷം എന്നല്ലാതെ കണക്ക് പറയാനായിട്ടുണ്ടോ? ഒന്നും ആയിട്ടില്ല. അങ്ങനെ വോട്ട് ചെയ്യാണ്ട് പോകുകയാ പറയാം. പാർട്ടിയുടെ ഒരു കണക്ക് വോട്ട് ചെയ്തിട്ടാൻ പറയാം. പക്ഷേ ഈ അൻവറിന്റെ റോഡ് ഷോയിൽ നടക്കുന്നത് വലിയ ആൾക്കൂട്ടം. അൻവറിനെ പറ്റി പ്രതികരിക്കുന്നില്ല. അൻവർ ഞങ്ങൾ ഇതിൻ്റെ അതൊരു പ്രശ്നമുള്ളതായില്ല. ഈ ഇലക്ഷനിൽ അൻവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അതല്ലെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുപ്പ് വരുമ്പോൾ മൂന്നാമതൊരു സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയത്തെ നിർണ്ണയിക്കുമല്ലോ. ഞങ്ങളുടെ ജയപരാജയത്തെ നിർണ്ണയിക്കുന്ന ഒന്നുമല്ല അൻവർ. ഈ BJP-യുടെ കാര്യത്തിലോ? BJP ഇപ്പോൾ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. തുടക്കത്തിൽ പണ്ട് കിട്ടിയ വോട്ടൊന്നും ഇപ്രാവശ്യം BJP കിട്ടൂല. മുമ്പ് കിട്ടിയ BJPക്ക് BDS-നും കിട്ടിയ പാരമ്പര്യം ഉണ്ടല്ലോ, അത് ഇപ്രാവശ്യം കിട്ടൂല. അത് അവരോട് ചോദിക്കേണ്ടതാണ്. നിങ്ങൾ ആക്കിയാ കൊടുക്കാൻ നിങ്ങൾ ചോദിക്കുന്നത് അവർ പറഞ്ഞു തന്നെങ്കിലും അത് നോട്ടില്ലേ. ഞങ്ങൾ ഒരു വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ വിശ്വാസികളുടെ വോട്ടുകൾ ഞങ്ങൾ വേണം. അത് ഞാൻ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. വിശ്വാസികളൊന്നും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. അതാണ്. BJP ആയാലും ഏത് വർഗീയവാദിയായാലും അവർ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസികളല്ല. അവർക്ക് വിശ്വാസമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്.